മൂക്കിന്റെ കാര്യം എന്തായിന്ന് അറിയാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. റിസൾട്ട് ഒക്കെ അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റൂ. കാര്യം ശ്വാസം എടുക്കുന്ന ഞാനാണ്. ഇരിക്കുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നിൽക്കുന്ന ബസ്സിൽ കയറി. ഈ ബസ്സിൽ അമ്മയാണ് ഡ്രൈവറിന് വഴി പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ മമ്മി സീനാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇനിയാണ് പരിപാടി തുടങ്ങുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഞാനും അമ്മയും രണ്ട് വഴിക്ക്. കാര്യം റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയി നിന്ന് ലേറ്റ് ആവുന്നതിന്റെ നല്ലതല്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പോയി നിന്ന് ലേറ്റ് ആവുന്നത് എങ്ങനെ? അങ്ങനെ ഞാനാണ് ബ്ലഡ് റിസൾട്ട് വാങ്ങിക്കാൻ പോയത്. എനിക്കിങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പരിപാടിയെ ഇഷ്ടമല്ല. അപ്പൊ മമ്മി പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ ഇരിക്കണമായിരുന്നെന്ന്. ഇനിയിപ്പൊ പോട്ട്. എന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഫയലൊക്കെ കിട്ടുന്നത്, അതും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ എനിക്ക് എന്തോ അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു. കിട്ടിയ അവാർഡൊക്കെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു സർജറി വേണോ. അപ്പോഴേ അമ്മ ഫോൺ എടുത്ത് ശാരദ, വിമല, ഹരിത ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് അറിയിച്ചു. സർജറി എന്നൊക്കെ കേട്ടപ്പോ ആദ്യം ഒന്ന് പേടിച്ചു. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു സർജറി, മൂക്ക് ചെറുതായിട്ടൊന്ന് വെട്ടിപ്പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ദോഷമാണ് അത്ര. അങ്ങനെ ഒരു ലോഡ് ബ്ലഡ് ടെസ്റ്റിന് ഇത്രയും ട്യൂബ് ബ്ലഡ് എടുക്കണമെന്ന് കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു എവിടെയെങ്കിലും ഒക്കെ വീഴോ. പറഞ്ഞതുപോലെ തന്നെ ഒരു 4-5 ട്യൂബ് ബ്ലഡ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു ചേച്ചി എന്നെ എവിടെയെങ്കിലും പിടിച്ചോണ്ട് കിടത്താൻ. ബ്ലഡ് ഇല്ലടോ. പിന്നെ ഞാൻ ബോധം വന്നപ്പോ എവിടേക്ക് കിടക്കുന്നു. അമ്മേരെ മനസ്സിലാണെങ്കിൽ ഇതിനെയൊക്കെ കൊണ്ടാണല്ലോ സർജറിക്ക് പോണത്. ആ അവസ്ഥയായിരുന്നു. മമ്മി ചോദിച്ചു എന്തോന്ന് വേണോ. ഞാൻ പറഞ്ഞു ചായ. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് കലക്കി തന്നു മോക്ക്. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ ഗൈസ് പപ്സ് നേരെ കഴിക്കും. പക്ഷെ അതേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഇരുന്ന സ്ഥലം ഫുള്ളാക്കി. പിന്നെ നൈസിന് അവിടെ നിന്ന് എണീറ്റ്. പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. പാവം തലയിറങ്ങിയൊക്കെ വീണതല്ലേ. ഇതില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല ഗൈസ്. അങ്ങനെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. ലിപ്സ്റ്റിക് ഇട്ടപ്പോഴത്തേക്കും എല്ലാം സെറ്റായി. ഇനി കുറെ പരിപാടി ഉണ്ട്. എക്സ്റേ, ECG, അനസ്തേഷ്യ ഡോക്ടറിനെ കാണണം. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ബോധം പോയോണ്ട് ഇന്നൊന്നും നടന്നില്ലേ. ഇനിയിപ്പോ പോയിട്ട് ചേച്ചി സർജറിക്ക് വരാം. അപ്പൊ ഓക്കെ.